നേതൃത്വത്തിന്റെ കണക്കുകളിൽ പിഴവ് പറ്റിയെന്ന് സംബന്ധിച്ച് റവന്യൂ മന്ത്രി കിട്ടിയ വിവരങ്ങളെല്ലാം അറിയിച്ചു. വ്യത്യാസം വന്നു എന്നത് സത്യം. കളക്ടർമാർ മുങ്ങിമരണത്തെക്കുറിച്ച് വിവരം തന്നപ്പോൾ വ്യത്യാസമുണ്ടായി എന്നും വിശദീകരണം. മുന്നറിയിപ്പിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്. ആറന്മുളയിലെ പരാതികൾ പരിഹരിച്ചുവെന്നും അനിൽകുമാർ. മരണകാര്യങ്ങൾ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് വ്യത്യാസം വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ കളക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു വെള്ളത്തിൽ പോയി മരിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലഡ് ആവണമെന്നില്ല, മുങ്ങിമരണമായിട്ട് കാണും. അങ്ങനെയുള്ള ചില തർക്കങ്ങൾ ഇപ്പോഴും അത് എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. ഇനി ക്യാബിനറ്റാ തീരുമാനിക്കാം. പാലക്കാട് ജില്ലയിൽ ടൂറിസ്റ്റുകൾ വന്ന് 5 പേര് വന്നു, ഒരാള് മുങ്ങി മരിച്ചു അതിനകത്ത്. പക്ഷെ അത് ഫ്ലഡായിട്ട് അവർ കൗണ്ട് ചെയ്തില്ല. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അത് സ്വാഭാവികമായിട്ടും ടൂറിസം ഭാഗമായി വന്ന ഒരു അപകടം. അപ്പൊ അത്തരം കാര്യങ്ങളിലാണ് ഈ വ്യത്യാസം വരുന്നത്. അപ്പൊ അത് ക്യാബിനറ്റ് കൂടി ഈ വയനാട് ജില്ലയിൽ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഷോക്ക് വന്ന ഒരാൾ മരിച്ചു, അത് ഈ ലിസ്റ്റിലില്ല. പക്ഷെ അത് വരുമ്പോൾ നിങ്ങൾ വരുമ്പോൾ അതെല്ലാം കണക്കൂട്ടി പറയാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഏതെല്ലാം വിവാദത്തിൽപ്പെടണം, ഇത് ഫ്ലഡിൽ വരുന്നതാണോ, അവർക്ക് സഹായം നൽകേണ്ടതാണോ, അതൊക്കെ ഫൈനലായിട്ട് ക്യാബിനറ്റ് കൂടി തീരുമാനിക്കും. ഹാൻസ് ജോൺ വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, എന്തായാലും തെറ്റുപറ്റിയിട്ടുണ്ട്, പിഴവ് സംഭവിച്ചു എന്നുള്ള കാര്യം തുറന്നു തന്നെ പറയുകയാണ് റവന്യൂ മന്ത്രി. ഈ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ തിരുത്താനുള്ള നടപടികൾ ഏത് രീതിയിൽ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ? സ്വാതി, ഈ പ്രളയം ഉണ്ടായതിന് പിന്നാലെ അല്ലെങ്കിൽ ഈ മഴക്കെടുതി ഉണ്ടായതിന് പിന്നാലെ റവന്യൂ വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസും പുറത്തുവിട്ട കണക്കുകൾ തമ്മിൽ അന്തരമുണ്ടായിരുന്നു. ഈ ന്യൂസ് മലയാളം വാർത്ത സ്ഥിരീകരിക്കുന്നതാണ് മന്ത്രിയുടെ പ്രതികരണം, അനിൽകുമാറിന്റെ പ്രതികരണം. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത്തരത്തിൽ കണക്കുകൾ പൊരുത്തക്കേട് ഉണ്ടായിരുന്നു പുറത്തുവിട്ടപ്പോൾ, അതിൽ വ്യത്യാസമുണ്ടായിരുന്നു. പക്ഷേ അതിൽ അദ്ദേഹം പറയുന്ന വിശദീകരണം ഇത്തരത്തിൽ ജില്ലാ തലത്തിലാണ് ഈ കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമയബന്ധിതമായി ഈ കണക്കുകൾ നൽകുമ്പോൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നുള്ള ഒരു വിശദീകരണമാണ് ഈ കണക്കുകളിൽ വ്യത്യാസം ഉണ്ടായതുമായി ബന്ധപ്പെട്ട മന്ത്രി പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പത്തനംതിട്ടയിലും ആറന്മുള ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ മുന്നറിയിപ്പ്, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച ഉണ്ടായി എന്നുള്ള ആരോപണം ശക്തമായി ഉയരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയല്ല എന്നാണ് മന്ത്രി AP അനിൽകുമാർ പറയുന്നത്.